ശ്രീ ബി റജി, അപ്പോൾ ഈ പണവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കുടത്തിൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച തിരക്കഥയിലെ ക്ലൈമാക്സ് വാസ്തവത്തിൽ ഭദ്രമായിരുന്നു. പക്ഷേ യുക്തിരഹിതമായ ചില ചോദ്യങ്ങൾ ടെയിലൻഡായ കഥയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളത് അദ്ദേഹവും ഈ നേതൃത്വവും സംഘടനയും ഒന്നും അറിഞ്ഞില്ലല്ലേ? നോക്കൂ, നിങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് വസ്തുതാപരമായിട്ടുള്ള മറുപടിയാണോ ആഗ്രഹിക്കുന്നത് എന്നെനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ ഉന്നയിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ഈ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടതിൽ തട്ടിപ്പ് നടത്തി, അല്ലെങ്കിൽ ആ പണം ദുരുപയോഗം ചെയ്തു, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ച് വളരെ കൃത്യമായ കണക്കുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ പക്കലുണ്ട്. അവർ 30 വീട് കൊടുക്കുവാനാണ് ആഗ്രഹിച്ചത്. ആ 30 വീടിൽ 15 വീട് സംസ്ഥാന നേതൃത്വം നൽകുന്നു, 15 വീട് കേന്ദ്ര നേതൃത്വം നൽകുന്നു. അത് സംബന്ധിച്ച തറക്കല്ല് ഇടുന്ന ചടങ്ങ് സമീപഭാവിയിൽ തന്നെ, മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ മാസം തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ബാങ്ക് രേഖകൾ പൊതുസേന സമക്ഷം അവർ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കണക്കുകൾ സംസ്ഥാന നേതൃത്വത്തിന് ലഭ്യമാക്കുവാൻ എൻ്റെ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ കണക്കുകളിൽ ഒരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു സംശയവുമില്ലാത്ത യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെ കുറിച്ച്, യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് താങ്കൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കാട്ടാക്കടയിൽ പരാതി കൊടുത്ത യൂത്ത് കോൺഗ്രസ് വേറെ യൂത്ത് കോൺഗ്രസ് ആണോ? അത് ചിലപ്പോൾ ഡിവൈഎഫോടൊപ്പം നിൽക്കുന്നതായിരിക്കുമല്ലേ? അപ്പോൾ അതൊരു സംശയം. അതോടൊപ്പം 2, ഈ മാസം തന്നെ വീടിന്റെ പണി തുടങ്ങണമെങ്കിൽ ഇത് അന്തരീക്ഷത്തിൽ പണിയാൻ പറ്റില്ലല്ലോ ശ്രീ റജി, ഭൂമിയൊക്കെ വാങ്ങണ്ടേ? അപ്പോൾ അതൊക്കെ നടന്നിട്ടുണ്ടോ? നോക്കൂ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതിന് കൃത്യമായ മറുപടി തരുമോ? 100 വീട് KPCC നേതൃത്വം അവിടെ വയനാട് സ്ഥാപിച്ച് നൽകും എന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് നാളിതുവരെ സംസ്ഥാനം ഈ ഭവനം നിർമ്മിക്കാനായി സ്ഥലം അലോട്ട് ചെയ്തിട്ടുണ്ടോ? കർണാടക സർക്കാർ നൽകാമെന്ന് പറഞ്ഞ 100 കോടി രൂപയ്ക്ക് തുടർ നടപടി സ്വീകരിച്ചു. ഒരു സംഘടന നിർമ്മിച്ചു നൽകാൻ പോകുന്ന വീട്, അതിന് ഈ സംസ്ഥാനം എന്നല്ല ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരാണോ സ്ഥലം നൽകേണ്ടത്? അവർ ആദ്യം പറയുന്നത് കേട്ടു ഈ ടൗൺഷിപ്പിലാണ് അവർ ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ ആ ടൗൺഷിപ്പിൽ അതിനുള്ള സാധ്യതയേ ഇല്ല എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ പ്രതിപക്ഷ നേതാവും അംഗമാണ്, അദ്ദേഹത്തിന് തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഒരു സർക്കാരാണോ ഒരു സംഘടനയ്ക്ക് വീട് വെച്ചു കൊടുക്കാൻ ഭൂമി നൽകേണ്ടത്? ന്യായമായ ചോദ്യമല്ലേ അത്? സംസ്ഥാന സർക്കാരിനോട് അത് സംബന്ധിച്ച് സ്ഥലം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് അങ്ങനെയാണ് ഗവൺമെന്റിന്റെ തീരുമാനമെങ്കിൽ ആ വിവരം എന്തുകൊണ്ട് സംഘടനയെ അറിയിക്കുന്നില്ല? വ്യക്തത വരുത്താം. ശ്രീ SK സജീഷ്, കത്ത് കൊടുത്തിട്ടുണ്ടോ സർക്കാരിന്? ഒരു കാര്യം, സംസ്ഥാന സർക്കാരിന് കത്ത് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ ഇവർ പറയുന്ന പല കാര്യങ്ങളും കേട്ട് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 15 വീട് കേന്ദ്ര നേതൃത്വവും 15 വീട് സംസ്ഥാന നേതൃത്വവും കൊടുക്കുമെന്നാണല്ലോ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ കണക്ക് പിന്നെയും തെറ്റുമല്ലോ പ്രിയപ്പെട്ട സുഹൃത്തെ. 15 വീട് കൊടുക്കാൻ നിങ്ങളെന്തിനാണ് ഒരു മണ്ഡലം കമ്മിറ്റിക്ക് 2.5 ലക്ഷം ടാർഗറ്റ് കൊടുത്തത്? അത്ര ടാർഗറ്റ് ആവശ്യമില്ലല്ലോ. ആ 2.5 ലക്ഷം ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ എത്രയാണ് ലഭിക്കുക? ആ 2.5 ലക്ഷം ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ 3.5 കോടി രൂപ ലഭിക്കുമല്ലോ. അപ്പോൾ ഈ 15 വീടും കഴിച്ച് ബാക്കിയുള്ള പണം എന്തിനാണ് ഉപയോഗിക്കുക എന്ന് നിങ്ങൾ പൊതുജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴും നിങ്ങൾ പിരിച്ച തുക വെച്ചുകൊണ്ട് ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. നിങ്ങൾ തുക പിരിക്കും എന്ന് കരുതി സർക്കാർ സ്ഥലം തരണമെന്നാണോ പറയുന്നത്? കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ നടേശ, എങ്ങനെയാണല്ലോ അല്ലേ അത്? കണക്കുകൾ ശരിയാകുന്നില്ല എന്ന് ശ്രീമതി അസിത മാത്രം, അല്ലെങ്കിൽ കൈരളി TV മാത്രമാണ് പറയുന്നത്, സംശയിക്കുന്നത്. ഇത് സംബന്ധിച്ച് വളരെ അസിതയ്ക്ക് കണക്ക് കാണുന്നുണ്ടോ? ഞാൻ ഇടപെട്ട് അത് വാങ്ങിച്ച് അസിതയെ കാണിക്കാം. കാരണം അത് പുറത്ത് നൽകണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിനാണ് അവിടെ യൂത്ത് കോൺഗ്രസ് ആദ്യം സമർപ്പിക്കേണ്ടത്. അത് ഓഡിറ്റ് ചെയ്യുന്ന ചില സാങ്കേതിക നടപടികളുണ്ട്. കാരണം പൊതുജനങ്ങളിൽ നിന്ന് ബഹുജനങ്ങളിൽ നിന്ന് കളക്ട് അല്ലല്ല. ഒറ്റ മിനിറ്റ് താങ്കൾ ഒരു നിമിഷം തരുമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ ഒറ്റ മിനിറ്റ്, താങ്കളുടെ സമയത്തിൽ ഞാൻ ഇടപെടുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തെ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കണക്കുമായി ബന്ധപ്പെട്ട് താങ്കൾ പറയുന്ന ഈ 15 വീടാണോ ഉദ്ദേശിച്ചത്? ആ 15 വീടിന് എന്തിനാണ് ഇത്രയും തുക പിരിക്കാൻ വേണ്ടി ടാർഗറ്റ് ചെയ്തത്? 50,000 തുക ആവാത്ത ആളുകളെയാണോ നിങ്ങൾ പുറത്താക്കുന്ന നിലപാട് സ്വീകരിച്ചത്? അങ്ങനെയാണെങ്കിൽ ആ തുക പോലും ആവശ്യമായി വരില്ലല്ലോ. നിങ്ങൾ 140 മണ്ഡലത്തിൻ്റെയും കണക്കെടുക്ക്. അങ്ങനെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ആ വീടിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ഒന്ന് അഡീഷണലായി കരുതുന്നുണ്ടോ? നിങ്ങൾ കർണാടകത്തെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞു, ഞാൻ സമയപരിമിതി മൂലം പറയായിട്ടാണ്. കർണാടകത്തിലെ മുഖ്യമന്ത്രിക്ക് അപ്പോൾ തന്നെ ആ കാര്യം വന്നപ്പോൾ തന്നെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്
നിങ്ങൾ ഭൂമി, വീട്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അപ്പോൾ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടിയുടെ ഭാഗമായി കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെ പോലെയുള്ള ചില ആളുകളല്ലാതെ മറ്റാരും ഇപ്പോൾ ആ കാര്യം ഉന്നയിക്കുന്നില്ല. നിങ്ങൾ അവിടുത്തെ കാര്യം പരിഹരിക്കാദ്യം, ഇവിടുത്തെ നല്ലവണ്ണം നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സമയമാണ് ഞാൻ അദ്ദേഹത്തിലേക്ക് മടങ്ങി പോകുന്നത്. ശ്രീ റജി, അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന കണക്കൊന്ന്, നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ ഒന്ന്, പിരിച്ച കണക്കൊന്ന്, നടപടിയുടെ കണക്കൊന്ന്, അങ്ങനെ ആകെ മൊത്തത്തിൽ കുറെ കണക്കുകൾ. ഇപ്പോൾ ഏതിനെ വിശ്വസിക്കും? ഇപ്പൊ ഇവിടെ ബഹുമാനനായ സജീഷ് അദ്ദേഹം ചോദിച്ച ചോദ്യം, അതായത് ഈ പിരിച്ച തുക സംബന്ധിച്ച് കണക്കുകൾ പൊതുജനത്തോട് അറിയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഡിവൈഎഫ്ഐയുടെ അവർ പിരിച്ചെടുക്കുന്ന കണക്കുകൾ മുഴുവൻ നിങ്ങൾ സുതാര്യമായി പൊതുജനത്തെ അറിയിക്കാറുണ്ടോ? SFI അവർ സമാഹരിക്കുന്ന തുക സംബന്ധിച്ച് അവരുടെ ഓരോ ചെലവുകളും സംബന്ധിച്ച് വിശദാംശം പൊതുസമൂഹത്തിന് മുമ്പാകെ വയ്ക്കുന്നുണ്ടോ? ഓരോ സംഘടനയ്ക്കും അതിൻ്റെതായ ചിട്ടകളുണ്ട്, കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഒരു സംഘടനയുടെ അവർ സമാഹരിക്കുന്ന തുക ഓരോ കാര്യത്തിലും എങ്ങനെ ചെലവഴിക്കും, അവരുടെ യോഗത്തിൽ, അവരുടെ വാർഷിക സമ്മേളനങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തരമായിട്ടോ ആണ് അത് ലഭ്യമാക്കുന്നത്. അല്ല, ഇനി താങ്കൾ പറയുന്നത് പ്രകാരം അത് അങ്ങനെ ആഭ്യന്തരമായി ചർച്ച ചെയ്താൽ മതിയെങ്കിൽ പോലും ഇത് സമ്മേളന ഫണ്ട് അല്ല. അല്ല ശ്രീ SK സജീഷ്, അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അഭിപ്രായം വാദത്തിന് വേണ്ടി അംഗീകരിച്ചു കൊടുത്താൽ പോലും ശ്രീ റജി, പൊതുസമൂഹത്തിന് മാത്രമല്ല ആ സംഘടനയ്ക്കുള്ളിൽ ഉള്ളവർക്ക് പോലും അത് ബോധ്യപ്പെട്ടിട്ടില്ല. അവിടെയാണ് പ്രശ്നം. അവരാണല്ലോ ഇത് ചോദിച്ചത്.